ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴാണ് ഇതിന്റെ റിവ്യൂവിന്റെ കൂടെ ഇതിന്റെ തമിഴ് റീമേക്ക് ആയ പാണ്ഡ്യൻ സ്റ്റോർ 2ന്റെ ഭാഗം കൂടി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേവി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മീനാക്ഷി പറയുന്നുണ്ട് ദേവിയടുത്ത്, എനിക്ക് ഒട്ടും ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോകുക കേട്ടോ. ദേവിയടുത്ത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം, 10 മണിയാകുമ്പോഴേക്കും ഞാൻ വിളിക്കും. അപ്പൊ ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും ദേവി ചോദിക്കേണ്ട, ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുമെന്ന് മീനാക്ഷിക്ക് ഒരു സംശയം ഉണ്ടല്ലേ? ഇല്ല ദേവി അടുത്തെന്ന് പറയാണ്, എനിക്കറിയാം നിനക്ക് നല്ല പേടിയുണ്ട്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മീനു, അതോർത്ത് നീ പേടിക്കണ്ട, നിങ്ങൾ എല്ലാരും വിട്ടിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയണം. മീനാക്ഷിയുടെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. ശേഷം മീനാക്ഷി അവിടെ നിന്ന് പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെയാണെന്നുണ്ടെങ്കിൽ ദേവി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആനന്ദിനെ. കാരണം ഇന്ന് വരുന്നത് നല്ല കോലത്തിലാണോ മോശം കോലത്തിലാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കാത്തിരിക്കുമ്പോഴേക്കും രാത്രി പതിവ് പോലെ തന്നെ ഇന്ന് ആരെയും കൂട്ടിക്കൊണ്ട് വരുന്നില്ല, ആനന്ദ് തന്നെയാണ് ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് വരുന്നത്. കുടിച്ച് വെള്ളം അടിച്ച് നശിഞ്ഞു വരുവാട്ടോ. ബാലൻ പറഞ്ഞിടാ, നിനക്ക് ഇത് എന്ത് പറ്റിയടാ മോനെ, നീ എന്തിനിങ്ങനെ വെള്ളം അടിച്ച് സ്വയം നശിയണത്, നിനക്ക് ഇനി ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോ ആനന്ദ് പറയണ്ട, ഇനി എന്ത് ജീവിതം വെച്ചാൽ ഇനി എന്ത് പ്രതീക്ഷ, എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാമാണ് കഴിഞ്ഞ ദിവസം തകർന്നു പോയത്. ഇനി എനിക്ക് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല, എങ്ങനെയെങ്കിലൊക്കെ ഈ ജീവിതം നശിഞ്ഞു പോയാൽ മതി എന്നുള്ളൂ. പക്ഷെ ആത്മഹത്യ ചെയ്യാനൊക്കെ വല്ലാതെ പേടി പോലെ അച്ഛ, അതുകൊണ്ട് ഇങ്ങനെ കുടിച്ച് നശിയാണെങ്കിൽ നശിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ബാലൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്, മോനെ അങ്ങനെയൊന്നും അല്ല, ഇനിയും ജീവിതങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരു കുഞ്ഞു മാത്രമല്ലല്ലോ, ഇനിയും കുഞ്ഞുങ്ങൾ ഒരുപാട് ജനിക്കും. അപ്പൊ ആ ജനിക്കുന്ന വരെ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഈ വിഷമം. വേറൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വിഷമങ്ങളൊക്കെ അതോടെ മാറും. ഞാൻ പറയണത് ഒന്ന് കേൾക്കുമോനെ എന്ന് പറയാണ്. അച്ഛാ എനിക്കിതൊന്നും കേൾക്കണ്ടച്ച, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് കണ്ണടച്ച ഒരു കുഞ്ഞെന്റെ കരയുന്ന പോലത്തെ ഒരു ഇതാണ് കേൾക്കണത്. കണ്ണടച്ചാലും കണ്ണു തുറന്നാലും എവിടെയെങ്കിലും എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരു കുഞ്ഞ് എന്റെ അടുത്ത് വന്നിട്ട് അച്ഛ എന്നെ ചെവിയിൽ വിളിക്കുന്ന പോലത്തെ ഒരു തോന്നലാണ് അച്ഛാ. എനിക്കത് അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. അങ്ങനെ കുറെ നേരം ബാലൻ പണ്ടും ആനന്ദ് ഒന്നും കേൾക്കുന്നില്ല. അപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആനന്ദ്. അവസാനം ഗതി കെട്ട് ബാലൻ ആനന്ദിന്റെ മുഖത്ത് ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് മാത്രമല്ല വിഷമവും കാര്യങ്ങളും ഉള്ളത്, നിന്റെ അമ്മക്ക്, എനിക്ക്, നിനക്ക് വിഷമമുണ്ട്, നിന്റെ അനിയന്മാരുടെ ഭാര്യമാർക്ക് എല്ലാവർക്കും വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ നിന്നെക്കാളും നമ്മളെക്കാളൊക്കെ ഒരുപാട് വിഷമിക്കുന്ന ഒരാളുണ്ട്, ആ കുഞ്ഞിന്റെ അമ്മ എന്ന് പറഞ്ഞ വ്യക്തി. ആ റൂമിൽ നിന്ന് അവൾ ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. അവളുടെ വിഷമം നീ എന്താ മനസ്സിലാക്കാത്തത്? നിനക്ക് വിഷമം വന്നാൽ നീ കുടിച്ചടക്കുന്നുണ്ട്, ഓടി നടക്കുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട് വിഷമം മാറാൻ വേണ്ടിട്ട്. പക്ഷെ അവൾ ആരാണ് വിഷമം പറയണത്? സ്വന്തം ഭർത്താവ് കൂടെ ഉള്ള പോലെ വേറെ ആരെങ്കിലും കൂടെ നിന്നാലാകോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആനന്ദ് പറഞ്ഞു, അവൾക്ക് എന്ത് വിഷമം? അവളുടെ കയ്യിലിരിപ്പോണ്ടാണ് കുഞ്ഞ് നഷ്ടപ്പെട്ടത്, അവൾ നോക്കി നടക്കാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്, അവളാണ് എല്ലാത്തിനും കാരണം. അവൾക്ക് എന്ത് വിഷമം? അവൾക്ക് സന്തോഷമായില്ലേ, ഇനി പഴയ പോലെ പറന്ന് നടക്കാലോ അവൾക്ക്. എടാ അത് അനാവശ്യം പറയുന്നത് നീ ദേവിമോളെ കുറിച്ച്. ഗോമതി പറഞ്ഞിട്ട്, ആനന്ദേ നിന്റെ സ്വയം ബോധം നഷ്ടപ്പെട്ടോടാ, നിനക്ക് ബോധമൊന്നും ഇപ്പൊ ഇല്ലേ എന്ന് പറയാണ്. ഇല്ല എനിക്ക് ബോധമില്ല, എല്ലാരും കൂടി എന്നെ കുഴിയിൽ ചാടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അവിടെ നിന്ന് പോവാണ്. അതൊക്കെ കണ്ടിട്ട് ബാലനും ആകെ വിഷമോട്ടെ. അപ്പൊ ഇതൊക്കെ ദേവി അകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. ആനന്ദേട്ടനെ ഇനി എന്ത് പറഞ്ഞാൽ താൻ സമാധാനിപ്പിക്കുക, സത്യങ്ങളൊന്നും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. അഥവാ സത്യങ്ങൾ പറഞ്ഞാലും ആനന്ദ് ദേവിനെ ഇനി പഴയ പോലെ സ്നേഹിക്കാനോ പോകുന്നില്ല. അങ്ങനെ റൂമിലേക്ക് വരുമ്പോഴേക്കും ദേവി അവിടെ കരഞ്ഞോണ്ടിരിക്കുന്ന ആനന്ദ് കാണുന്നത്. അയ്യോ ഇവിടെ ഉണ്ടായിരുന്നോ മഹാതമ്പുരാട്ടി, മഹാറാണി, നീ ഇവിടെ അകത്തന്നെ ഇരിക്കണം പറഞ്ഞ അച്ഛൻ ഭയങ്കര കംപ്ലൈന്റ് ആണ്, പുറത്തൊക്കെ പോ. അല്ല നിനക്ക് വീട്ടിലേക്ക് പോണോന്നില്ലേ? അല്ല ഇവിടെ തന്നെ കടിച്ചു തൂങ്ങിയിരിക്കുകയാണോ? നിന്റെ വീട്ടിൽ 4 തരം ഭക്ഷണം കഴിക്കാനുള്ള വകയില്ലല്ലോ, ഇവിടെ നീ ഭക്ഷണം കഴിക്കാൻ നിനക്ക് സമയത്തിന് ഭക്ഷണം, ജ്യൂസ്, ചായ, വെള്ളം എല്ലാം കൊണ്ടുതരാൻ ആളുണ്ടല്ലോ അല്ലേ? വലിയ കോടീശ്വരൻ ബിസിനസ്മാൻ ഉദയഭാനു സാറിന്റെ മൂത്ത മോളല്ലേ? അപ്പൊ എല്ലാവരും അതനുസരിച്ച് നിന്നോട് പെരുമാറുവാണ്. നാണുണ്ടോ നിനക്ക്? ഉളുപ്പുണ്ടെങ്കിലൂടെ പോടി എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് വീണ്ടും ദേവിനെ ദ്രോഹിക്കാട്ടോ. ദേവിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ദേവസ്ഥാനം ദേവി തന്നെ തീരുമാനിക്കുകയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാം എന്നുള്ളത്. അങ്ങനെ ദേവി പോകാൻ വേണ്ടി തീരുമാനിക്കുന്ന ആ ദിവസമാണ് നമ്മുടെ മിത്ര വരുന്നത്. മിത്ര നമ്മുടെ പോലീസ് ടെസ്റ്റ് ഒക്കെ പാസ്സായി ഒരു പോലീസുകാരി അവൾ എല്ലാ ഇതോടുകൂടി തന്നെ വരുവാട്ടോ. അപ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ അറിയണത്. നമ്മുടെ മിത്രടുത്ത് ആരും ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ മിത്രക്ക് വിഷമമാകുമെന്ന് വെച്ചിട്ടാ പറയാതെ. മിത്ര വരുമ്പോ കുറെ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ദേവിക്ക് കുറെ സ്വീറ്റ്സും നട്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇതറിയുമ്പോഴേക്കും മിത്രയും ആകെ തകർന്നു പോവാണ്. പക്ഷെ മിത്രക്ക് അറിയാം ഇത് ദേവിയെടുത്ത കൊണ്ട് സംഭവിച്ചല്ല, എല്ലാത്തിനും കാരണം അലോകാണെന്ന്. പക്ഷെ അലോക് അവിടെ വരാൻ കാരണം അനുവല്ല, പിന്നെ ആരാണ്? അതെ മിത്ര. അതാണ് ഇനി തെളിയിക്കാൻ പോണേട്ടോ. സുകന്യ പെട്ടത് തന്നെ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.